പുതുതായി ഓരോ പരിപാടികൾ വെക്കുമ്പോൾ അതിലൂടെ അവർക്ക് പകർന്നു കൊടുക്കണം. അപ്പൊ അവരുടെ ജീവിതം അവർ മനസ്സിലാക്കും. എങ്ങനെയായിരുന്നു കുഞ്ഞാപ്പ മുസ്ലിയാർ നീണ്ട പതിറ്റാണ്ടുകൾ ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട്, വീടല്ല പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഈ പുതു തലമുറക്ക് നുകരാൻ കഴിയും. അത് ആ നിലക്കാണ് ഇതൊക്കെ ഈ ഉടുപ്പുറു മഹാസിന മുത്താക്കം എന്ന് പറയുന്ന മഹത്തായ തിരുവചനം ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് വിശദമായി ഇവിടെ വിവരിക്കപ്പെടും. ഞാനതിലേക്ക് കടന്നു പോകുന്നില്ല. അവരോടൊപ്പം അവരും നമ്മുമായി ബന്ധപ്പെട്ടവരോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിക്കാൻ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്ത് പോയ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളിലുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തിപ്പോയി. അതേ അവസരം ഇത് മഹത്തായ റബീഉൽ അവ്വലിലാണ് ഈ മഹത്തായ പരിപാടി എല്ലാ വർഷവും നമ്മൾ സംഘടിപ്പിക്കും. അത് കുഞ്ഞാപ്പ മുസ്ലിയാർക്ക് ഒരുപക്ഷെ അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമായിട്ടാണ് ഈ റബീഉൽ അവ്വലിൽ വഫാത്താവുകയാണ്. കാരണം അത്തരം മഹാന്മാരെ അനുസ്മരിക്കുന്ന, എന്നാൽ ഏറ്റവും അനുസ്മരിക്കപ്പെടേണ്ടുന്ന ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാവ് പകലില്ലാതെ അനുസ്മരിക്കപ്പെടുന്ന, ആ അനുസ്മരണം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസത്തിൽ ആയി എന്നുള്ളത് മഹാനവർക്ക് ലഭിച്ച മഹത്തായ അനുഗ്രഹമായിരുന്നു. കാരണം കുഞ്ഞാപ്പ മുസ്ലിയാരെ പറയുമ്പോൾ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുമല്ലോ, അവരുടെ ജീവിതത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമല്ലോ. ജീവിതം മാത്രമല്ല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ മഹബ്ബത്ത് വീണ്ടും വീണ്ടും മനസ്സിൽ പുതുമകൾ നിറഞ്ഞുകൊണ്ട് പൂത്തുരക്കും. അതിന് ആണ് നമ്മൾ മൗലൂദ് ഓതുന്നത്. നമ്മൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നബിദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അല്ലാതെ അതൊരു വെറും പരിപാടിയല്ല, അതിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൗലിക പരിപാടികളും നബിദിന പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തിലെ നബിദിനത്തിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളെ അറിയിക്കേണ്ടതില്ല. 1500ാമത് നബിദിനമാണ്.